മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവൻ മന്ത്രി. ഇത്തവണത്തെ മകരവിളക്കിൻ്റെ ഒരു പ്രത്യേകത ഈ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് മെമ്പറും ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ പൂജപ്പുര ജയിലിൽ കിടന്നുകൊണ്ട് ടി വിയിലായിരിക്കും മകരവിളക്ക് കാണുന്നത്. താന്ത്രികം അവരോട്. അതുകൊണ്ട് തന്ത്രിയെ പിടിച്ച് എന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ പണ്ടെന്നോ കേട്ട് മറന്ന ഒരു ഈരടി ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവൻ മന്ത്രി എന്നാണ്. ഇത് കുഞ്ഞുണ്ണി ഭാഷ എഴുതാമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും ഇതിൽ വലിയൊരു സത്യമുണ്ട്. ഈ മന്ത്രം പഠിച്ചവർക്ക് തന്ത്രിയാവാനേ പറ്റുള്ളൂ, തന്ത്രം പഠിച്ചവർക്ക് പകരം മന്ത്രിയാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും തന്ത്രം പഠിച്ച രണ്ട് പേര്, ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി വാസവനും, മറ്റൊരാൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ്. അതുകൊണ്ടാണ് ഒരു മന്ത്രിമാരെ അവർക്ക് ദേവസ്വം പോലെയുള്ള വകുപ്പുകൾ ഭരിക്കാൻ കിട്ടിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ വെച്ചാൽ, ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ അറസ്റ്റ് കാത്ത് പ്രത്യേക അന്വേഷണ സംഘം എപ്പോഴാണ് വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത് എന്ന് സംശയിച്ചിരിക്കുന്ന സമയത്താണ് ശബരിമലയിലെ തന്ത്രി നമ്മുടെ കണ്ഠര് രാജീവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗമാണ്. താഴമൺ തന്ത്രിമാരെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ പരശുരാമൻ മഴുപറിഞ്ഞ് കൊണ്ടുവന്നതൊന്നുമല്ല. അവർ വളരെ സമീപകാലത്ത് ആന്ധ്രയിൽ നിന്ന് കേരളത്തിൽ വന്ന നമ്പൂതിരി സ്ഥാനീയരാണ്. ശരിക്കും നമ്പൂരിമാരാണെന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പിച്ചു കൊടുത്ത ഒരു നമ്പൂരി സ്ഥാനം ആകാനേ സാധ്യതയുള്ളൂ. ഇവർ ബ്രാഹ്മണർ തന്നെയാണ്, ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ശബരിമല പലരും വിചാരിക്കുന്ന പോലെ ഒരു സവർണ്ണ ക്ഷേത്രമല്ല, ഒരു കീഴാള ക്ഷേത്രമാണ്. അതുകൊണ്ട് മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ താന്ത്രിക കുടുംബങ്ങൾ ഒന്നും തന്നെ ശബരിമലയുടെ താന്ത്രിക സ്ഥാനം ഏറ്റെടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട താന്ത്രിക കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ പറവൂരടുത്തുള്ള വേഴപ്പറമ്പ് താന്ത്രികയാണ്, മറ്റേ ചേന്നാസാണ്, മൂന്നാമത്തേത് പുലിയന്നൂരാണ്. ഈ മൂന്ന് കൂട്ടരും ശബരിമലയുടെ തന്ത്രം ഏറ്റെടുത്തില്ല. ബാക്കി മിക്ക ക്ഷേത്രങ്ങളിലും അവർക്ക് ഏറ്റെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്ന് ചോദിച്ചാൽ, ശബരിമല അവരുടെ ഒരു വൈദിക വിധി പ്രകാരം ശരിയായ രീതിയിൽ നടക്കുന്നൊരു ക്ഷേത്രമല്ല. അവിടുത്തെ ആചാരങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവിടെ മാത്രമേ ശരണം വിളിയുള്ളൂ, അവിടെ മാത്രമാണ് ഷർട്ട് ധരിച്ച് വിശ്വാസികൾ വരുന്നത്. അവിടുത്തെ മൊത്തം രീതികളും വേറെ ഒന്നാണ്. അത് കീഴാള ക്ഷേത്രമാണ്. നേരത്തെ മലയേറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളും മറ്റുമൊക്കെയാണ് ഈ ക്ഷേത്രം നടത്തിയിരുന്നത്. അങ്ങനെ മാത്രമല്ല അത് മതേതര ക്ഷേത്രമാണ്. ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം വന്നേക്ക് മുമ്പ് അവിടെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആന്ധ്രയിൽ നിന്ന് ക്ഷണിച്ചു കൊടുത്ത ഒരു കുടുംബക്കാരാണ്. അവരാണ് ശബരിമലയുടെ മുതലാളിമാരായിട്ട് ഇത്ര നാൾ പ്രവർത്തിച്ചത്. ശബരിമല തന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള ഒരു നമ്പൂരിയില്ലൊന്നുമല്ല. ഭൂപരിഷ്കരണ നിയമമൊന്നും അവരെ ബാധിക്കാത്തതെന്ന് വെച്ചാൽ ഇത് നല്ല വരുമാനമുള്ള പരിപാടിയാണ്. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാലും പല വിധത്തിൽ പൈസ കിട്ടും. പല സ്ഥലത്തും പൂജിക്കാനും മറ്റേ ക്ഷേത്രങ്ങളുടെ താന്ത്രികമായിട്ടുമൊക്കെ പോകാൻ അവസരം കിട്ടും. നല്ല സാമ്പത്തികമുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ അമ്മാവനായ വേറൊരു തന്ത്രി തീരെ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു കേസിൽപ്പെട്ടത് നമുക്കറിയാം. അതുപോലെ അദ്ദേഹത്തെ ബന്ദിയാക്കി വെച്ചതും കാശ് മേടിച്ചതും പിന്നെ പോലീസ് കേസായതും വലിയ പുലിവാലായതൊക്കെ നമുക്കറിയാം. ഒരു പ്രത്യേക ബ്രാൻഡിക്ക് ആളുകൾ തന്ത്രിയുടെ പേരാണ് ഇട്ട് വിളിച്ചത്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ മറന്നുപോയത്. തന്ത്രിയുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് എന്ന് പറഞ്ഞ് ബാറിലൊക്കെ ചെന്ന ആളുകൾ ഒരു മോഹനരെ എന്ന് ഓർഡർ ചെയ്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അത് രാഹുൽ ഈശ്വർ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള ഇല്ലമാണ് താഴമൺ തന്ത്രി കുടുംബം. പിന്നെ ശബരിമല കാലത്ത് ഇദ്ദേഹം പിണറായി വിജയനെ വെറുപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ RSSകാരും കോൺഗ്രസ്സുകാരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു വലിയ നറേറ്റീവ് എന്ന് പറയുന്നത് കടകംപള്ളി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് താന്ത്രികയെ കുടിക്കുന്നുള്ളതാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കടകംപള്ളി കുടുങ്ങില്ല എന്നുള്ള വേറെ കാര്യം, കടകംപള്ളിയെ പോലീസ് രക്ഷിക്കുകയോ ഇല്ല എന്നുള്ള വേറെ കാര്യം. കടകംപള്ളിക്ക് അത്ര എളുപ്പത്തിൽ കടകംപള്ളിയിലേക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അത് അസംഭവമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ തന്ത്രിക്ക് ഇതിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. കാരണം തന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും അനുവാദത്തോടും കൂടിയാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. ആ തന്ത്രി അറിയാതെ ഇത് ഒരിക്കലും നടക്കുകയില്ല. കാരണം തന്ത്രിയുടെ ഒപ്പ് എല്ലാ രേഖകളിലും ഉണ്ട്. ഈ തന്ത്രി ഇതിൻ്റെ ശരിയായ തട്ടിപ്പ് മനസ്സിലാക്കിയോ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ സംശയാസ്പദമായിരിക്കും. തന്ത്രി അറിഞ്ഞുകൊണ്ട് കളവിന് കൂട്ടുന്നതാവാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാജീവർക്ക് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയില്ല. കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടർമാരുടെ അവസ്ഥയാണ്. കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടർമാരെന്താ ചോദിച്ചാൽ CPI-കാരുണ്ട് CPM-കാരുണ്ട്.
സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്, പട്ടിക സമുദായക്കാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. കാരണം ഇവർക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. സ്ത്രീകൾക്കും പട്ടികജാതിക്കാർക്കും സഹകരണ ബാങ്കിൽ റിസർവേഷൻ, കമ്മിറ്റിയിലൊക്കെ റിസർവേഷൻ ഉണ്ട്. അവരൊക്കെ അവിടെ പോയിരുന്നു, ചായ കുടിച്ചു, ബിസ്ക്കറ്റും കഴിച്ചു. ഈ സെക്രട്ടറി വിരൽ വെക്കുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്തു. അതിനപ്പുറത്ത് അവിടെ നടക്കുന്ന തട്ടിപ്പ് എന്തായിരുന്നു ഇവർക്ക് അറിയില്ലായിരുന്നു. മിക്കവർക്കും അറിയില്ലായിരുന്നു, ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് അറിയാമായിരുന്നു. പക്ഷേ സെക്രട്ടറിയും സംഘവും ചേർന്ന് വലിയ കൊള്ളയാണ് നടത്തിയത്. ഉത്തരവാദിത്തം വന്നപ്പോൾ ആർക്കും ഉത്തരവാദിത്തം വന്നു? കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തം വന്നു. അവരാണ് വായ്പകൾ അനുവദിച്ചത്. ആ ഉത്തരവാദിത്തം അവരുടെ പെടലിലേക്ക് വന്ന് ഇവർ കുറേ പേരൊക്കെ ജയിലിൽ പോയി. സെക്രട്ടറിയും സംഘവും അവർക്കുള്ള ഉത്തരവാദിത്തം ഇതിനേക്കാൾ കുറഞ്ഞ ഒന്നാണ് എന്ന രീതിയിൽ അവർ യോഗ്യം പറയാം. അവരോട് കമ്മിറ്റി തീരുമാനം അനുസരിച്ചാണ് ഞങ്ങൾ ലോൺ കൊടുത്തത്, കമ്മിറ്റി തീരുമാനം അനുസരിച്ചാണ് ഞങ്ങളെല്ലാം പ്രവർത്തിച്ചത്. സംഗതി നോക്കുമ്പോൾ ശരി, എല്ലാ കാര്യങ്ങളും മിനിറ്റ്സ് ബുക്കിലുണ്ട്. ഇവർ ഒപ്പിട്ടിട്ട് ചായ കുടിച്ച് പോയി എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞ പോലെ തന്ത്രി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു പക്ഷേ ഒപ്പിൽ ഒതുക്കുന്നതായിരിക്കും, പക്ഷേ അതിന് പങ്കാളിത്തം ഒപ്പിൽ മാത്രമായിരിക്കും, പക്ഷേ ഉത്തരവാദിത്തം അവിടെ നിന്ന് പോവുകയില്ല. അപ്പോൾ നമ്മുടെ മുരാരി ബാബുവിൻ്റെ കൂടെയും അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ കൂടെയും ഇനി ശങ്കർദാസിൻ്റെ കൂടെയൊക്കെ ഉണ്ടെന്ന് ശരീരം പുഷ്ടിപ്പെടുത്താനുള്ള അവസരമാണ് പ്രിയപ്പെട്ട തന്ത്രി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ മകരവിളക്കിൻ്റെ ഒരു പ്രത്യേകത, ഈ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് മെമ്പറും ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ പൂജപ്പുര ജയിലിൽ കിടന്നുകൊണ്ട് ടി വിയിലായിരിക്കും മകരവിളക്ക് കാണുന്നത്. തന്ത്രിയും അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സന്തോഷസമേതം മകരവിളക്ക് ടെലിവിഷനിൽ കാണട്ടെ. ഇവരുടെ സെല്ലിൽ ടെലിവിഷനിലേക്ക് താൽക്കാലികമായിട്ടെങ്കിലും അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ബന്ധപ്പെട്ട ജയിലധികാരികളോട് ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യാണ്. ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ജീവകാരുണ്യപരമായിട്ടുള്ളൊരു നിലപാടായിരിക്കും. ഇനി അതിൻ്റെ പേരിൽ വല്ല ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. എന്നാൽ പോലും എനിക്ക് അവരോടൊരു റിക്വസ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് തന്ത്രിയെ പിടിച്ച് എന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ശബരിമല അയ്യപ്പൻ്റെ യഥാർത്ഥ ഭക്തന്മാരാരും തന്ത്രിയുടെ അറസ്റ്റിൽ ദുഃഖിക്കേണ്ടതായിട്ടോ സങ്കടപ്പെടേണ്ടതായിട്ടോ വിഷാദിക്കേണ്ടതായിട്ടോ ഇല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത തന്ത്രി അയാൾ കളവിൽ പങ്കുപറ്റിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാകാം. എങ്കിൽ പോലും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം, നിക്ഷിപ്തമായിട്ടുള്ള കടമ, ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അക്ഷന്തവ്യമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസിൻ്റെ സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിക്കാൻ യോഗ്യനാണ്. ഗോതമ്പൂട്ട കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്താനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. എല്ലാ ദിവസവും അവിയലും തോരനും കാളനും മോരും കൂട്ടി കൊണ്ടിരുന്ന തിരുമേനി ഇനി കുറച്ച് ദിവസം ഗോതമ്പൂട്ട കഴിച്ച് നോക്കട്ടെ, അതിൻ്റെ സ്വാദം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൈവന്നത് സാക്ഷാൽ ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.